ഓഫീസ് മുറിയിൽ മരപ്പട്ടികളെ കണ്ട് ഞെട്ടി മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിലെ ജീവനക്കാർ. മുനിസിപ്പൽ സെക്രട്ടറിയുടെയും മുറിയിൽ കയറിപ്പറ്റിയ മരപ്പട്ടികൾ കസേരയിലൂടെയും മേശയുടെയും ഫയലുകൾക്കിടയിലൂടെയും സ്വതന്ത്രമായി വിഹരിച്ചത് ജീവനക്കാരെ പരിഭ്രാന്തിയിലാക്കി. ഒടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരപ്പട്ടി സംഘത്തെ പിടികൂടി ചാക്കിലാക്കി. UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിൽ മുനിസിപ്പൽ സെക്രട്ടറി മീറ്റിംഗിനായി പോയ തക്കം നോക്കിയായിരുന്നു മരപ്പട്ടിക്കൂട്ടം സെക്രട്ടറിയുടെ മുറി കൈയടക്കിയത്. കസേരയിലൂടെയും മേശയിലൂടെയും ഫയലുകൾക്കിടയിലൂടെയുമെല്ലാം അവ നിർബാധം വിഹരിച്ചു. മുറിക്കകത്തു നിന്ന് അസാധാരണമായ ഒച്ചയും ബഹളവും കേട്ട് ജീവനക്കാർ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അല്പനേരത്തേക്ക് പരിഭ്രാന്തിയിലായ ജീവനക്കാർ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതേ തുടർന്ന് റെസ്ക്യൂ ടീം അംഗം സേവി തോമസിനൊപ്പം എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ട് മരപ്പട്ടി സംഘത്തെ ഓരോന്നിനെയായി ചാക്കിൽ കയറ്റി. ഇതോടെയാണ് പലർക്കും ശ്വാസം നേരെ വീണത്. ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്ത് നഗരസഭാ കെട്ടിടങ്ങളുടെ പരിശോധനയും അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. തീർച്ചയായിട്ടും ഈ കൗൺസിലുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ സീലിംഗ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇരുന്ന് ജോലി ചെയ്യുവാനായിട്ട് പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളുമില്ല. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൗൺസിലുമായിട്ട് കൂടി ആലോചിച്ച് ഈ നഗരസഭ കൈക്കൊള്ളുക തന്നെ ചെയ്യും. പിടികൂടിയ മരപ്പട്ടികളിൽ ഒന്ന് ഗർഭിണിയാണെന്നും അതിനെ വനത്തിൽ തുറന്നുവിടുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ ഓഫീസ് മുറിയുടെ സീലിംഗ് ഉൾപ്പെടെ സ്ഥിരം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.